അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സൗഹൃദത്തിന്റെ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ഗുജറാത്തിന്റെ സുൽത്താനായിരുന്ന ബഹദൂർ ഷാ ചിത്തോർ ആക്രമിക്കുമ്പോൾ ബാബർ ചക്രവർത്തിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട റാണ സംഘയുടെ വിധവ കർണാവതി സഹായം അഭ്യർത്ഥിച്ചത് ഹുമയൂണിനോടാണ്. കാരണം ഹുമയൂണിന്റെ സഹോദരിയായിരുന്നു കർണാവതി. ഉത്തരേന്ത്യയിലെ ആചാരപ്രകാരം ഹുമയൂണിനെ രാഗി കെട്ടി സഹോദര എന്ന് അഭിസംബോധന ചെയ്ത യുവതിയായിരുന്നു കർണാവതി. കർണാവതിയുടെ അഭ്യർത്ഥന മാനിച്ച് തൻ്റെ സഹോദരിയെപ്പോലെ കണക്കാക്കി ഗുജറാത്ത് സുൽത്താനായിരുന്ന ബഹദൂർ ഷയുടെ അക്രമത്തിൽ നിന്നും കർണാവതിയെ ഹുമയൂൺ രക്ഷപ്പെടുത്തിയെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അക്ബർ ചക്രവർത്തിയുടെ രാജദർബാറിലെ പ്രഭുക്കന്മാരിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്നത് രണ്ടുപേരായിരുന്നു. അതിലൊന്ന് രജപുത്ര പ്രഭുവായിരുന്ന രാജ മാൻസിംഗ് ആയിരുന്നു. രജപുത്ര രാജാവായ രാജ ഭാർമലിന്റെ മകനായിരുന്നു രാജ മാൻസിംഗ്. രാജ ഭാർമൽ ധീരോദാത്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായിരുന്ന രജപുത്ര രാജാവായിരുന്നു. അക്ബറിനോടുള്ള കൗതുകം മൂത്ത് തൻ്റെ പ്രിയപ്പെട്ട മകളെ സ്വമേധയാ രാജ ഭർമൽ അക്ബർ ചക്രവർത്തിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അത്രേ. ജോധ ഭായി എന്നറിയപ്പെട്ട ആ പട്ട് മഹിഷിയാണ് അക്ബർ ചക്രവർത്തിയുടെ 3 ഭാര്യമാരിൽ ആദ്യമായി അക്ബർ ചക്രവർത്തിക്ക് ഒരു കുട്ടിയെ സമ്മാനിക്കുന്നത്. അക്ബർ ചക്രവർത്തിക്ക് ജോധ ഭായിയിൽ ജനിച്ച പുത്രനാണ് പിന്നീട് മുഗൾ രാജാവായി തീർന്ന ജഹാംഗീർ. ജഹാംഗീറിനെ സലിം രാജകുമാരൻ എന്നാണ് ആദ്യമായി നാമകരണം ചെയ്യപ്പെട്ടത്. കാരണം ജോധാബായിക്കും അക്ബർ ചക്രവർത്തിക്കും മക്കൾ ജനിക്കാതിരുന്നപ്പോൾ സലിം എന്നു പേരുള്ള മഹാരഥനായ സൂബി വര്യന്റെ പ്രവചനം മൂലമാണ് സലിം രാജകുമാരൻ എന്ന ജഹാംഗീർ ജനിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ പേരിൽ അജ്മീർ ദർഗയിലെ ഖാജ മുഈനുദ്ദീൻ ചിസ്തിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സലിം എന്ന മഹാരഥനായ സൂഫി വര്യനാണ് ജഹാംഗീറിന്റെ പിറവിക്ക് കാരണമായ പ്രവചനം നടത്തിയതെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് 200 മൈൽ കാൽനടയായി അക്ബർ ചക്രവർത്തി അജ്മീർ ദർഗയിലേക്ക് നടന്നുപോയി എന്നും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 27 രജപുത്രരാണ് അക്ബർ ചക്രവർത്തിയുടെ ഏറ്റവും ഉയർന്ന പ്രഭുസഭയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നവർ. അതിൽ ഒന്ന് രാജ മാൻസിംഗ് ആണ്. രാജ മാൻസിംഗിന്റെ സഹോദരിയാണ് ജോധ ഭായി എന്ന് പറയുന്ന അക്ബറിന്റെ പ്രിയങ്കരിയായ ഭാര്യ. അക്ബറിനെ എല്ലായിടങ്ങളിലും സഹായിച്ച, അക്ബറിന് പിൻഗാമിയെ ജന്മം നൽകിയ ജോധാഭായി ഒരു രജപുത്ര യുവതിയായിരുന്നു എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മതപരമായിട്ടുള്ള ആശയധാരകൾ, മതപരമായിട്ടുള്ള വിശകലനങ്ങൾ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് സൗഹൃദം ഇഴകിച്ചേർന്ന ഒരു നാടായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് സ്വന്തം മകളെ ഭാര്യയാക്കാൻ കൊടുക്കുന്ന രാജാ ബർമൽ എന്ന് പറയുന്ന രജപുത്ര രാജാവിന്റെ സ്നേഹത്തിന്റെ കഥകളാണ് നമുക്ക് പറയുവാനുള്ളത്. പൈതൃയുടെ കഥകൾ ഇനിയും നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.